എത്തിയോ? സ്ട്രെയിറ്റ് ആണോ വൈറ്റില? ഓ, അതിപ്പോൾ എങ്ങനെ അറിയും എടപ്പള്ളി? പോട്ടെ പോട്ടെ, ഫ്രണ്ടിൽ നിന്ന് വിട്ടു. Hello YouTube. So this is a ride to the IBW 2023 at Vector Goa. This is my first IBW. അപ്പോൾ എൻ്റെ കൂടെ അജു ഉണ്ട്, കിരൺ ചേട്ടനുണ്ട്, പിന്നെ കിരൺ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ രാവിലെ ട്രിവാൻഡ്രത്ത് നിന്ന് യാത്ര തിരിച്ചിട്ട് 3 ദിവസം കൊണ്ട് പല കാഴ്ചകളും കണ്ട് 3rd ഡേ വാഗട്ടോർ അല്ലെങ്കിൽ ഗോവയിലെത്താനാണ് ഞങ്ങളുടെ പ്ലാൻ. ഫസ്റ്റ് ഡേ ഞങ്ങൾ ഐഡ്നററി എന്ന് പറയുന്ന ഫസ്റ്റ് ഡേ കണ്ണൂർ, 2nd ഡേ ഉടുപ്പി, 3rd ഡേ ഗോവ. ഇതാണ് ഞങ്ങളുടെ പ്ലാൻ. ഗോവയിലെ സ്റ്റേയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡേ ഉള്ള കണ്ണൂരിൻ്റെ സ്റ്റേയും കിരൺ ചേട്ടൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ യാ, സീ യു അറ്റ് കണ്ണൂർ. തലേദിവസം രാത്രി 10-10 ആയപ്പോൾ തന്നെ ഞങ്ങൾ കണ്ണൂരിലെ സ്റ്റേയിലെത്തി. സ്റ്റേ എന്ന് പറയുന്നത് നമ്മുടെ മുഴുപ്പിലങ്ങാട് ബീച്ചിനോട് ഒരു 50 മീറ്റർ പോലും ദൂരം കാണില്ല, അത്രയും അടുത്തായിരുന്നു ഞങ്ങളുടെ സ്റ്റേ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാത്രി ഫുഡൊക്കെ നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് ആ ബീച്ചിലോട്ട് പോയി. കുറച്ച് കാറുകളും 2-3 ബൈക്കുകളൊക്കെ കാണാൻ പറ്റി. പിന്നെ ഞങ്ങളും നോക്കിയില്ല, ഞങ്ങളും ബൈക്കായിട്ട് ഇറങ്ങി പതുക്കെ കുറച്ച് വണ്ടിയൊക്കെ ഓടിച്ചതിന് ശേഷം പിന്നെ വന്ന് കിടന്ന് നന്നായിട്ട് ഉറങ്ങി. നല്ല രീതിയിൽ വണ്ടിയൊക്കെ ഓടിച്ചതിൻ്റെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ, അതായത് നിങ്ങൾ കാണുന്ന പോലെ ഞങ്ങൾ പിന്നെയും 3 അഡ്വഞ്ചർ ബൈക്കും കൊണ്ടിറങ്ങി. ആ മുഴുപ്പിലങ്ങാട് ബീച്ചിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയും ഞങ്ങൾ വണ്ടി ഓടിച്ചു. ഇറ്റ് വാസ് റിയലി ഫൺ, ഇറ്റ് വാസ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഡ്രൈവിംഗ് ബീച്ചിൽ വണ്ടി ഓടിക്കേണ്ടത് തന്നെയാണ്. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആൻഡ് ഇറ്റ് വാസ് റിയലി ഫൺ. അങ്ങനെ കണ്ണൂർ മുഴുപ്പിലങ്ങാട് ബീച്ചിൽ കിടന്ന് നമ്മൾ ആവശ്യത്തിന് അർമാദിച്ചതിന് ശേഷം ഞങ്ങൾ ഉച്ചയായപ്പോഴേക്കും തിരിച്ചു. പോകുന്ന വഴിക്ക് തന്നെ കഴിക്കാമെന്ന് വെച്ചു. കേരളത്തിൻ്റെ നോർത്ത് സൗത്ത് പോയവർക്കറിയാം, കണ്ണൂർ അല്ലെങ്കിൽ ആ ഒരു പരിസര പ്രദേശമൊക്കെ എത്തുമ്പോൾ അവിടുത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥ എന്ന് ഉദ്ദേശിക്കുന്നത് റോഡുകൾ വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ട്രാഫിക്കിൻ്റെ ഡെൻസിറ്റി നിങ്ങൾ ഒന്ന് ഊഹിച്ചെടുത്താൽ മതി എത്രത്തോളം ട്രാഫിക് ഉണ്ടാവും എന്നുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രി നമ്മൾ നന്നായിട്ട് അനുഭവിച്ചതാണ്. അപ്പോൾ ഇപ്പോഴും അതിന് കുറവൊന്നുമില്ല. ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് ട്രാഫിക്ക് കുറവാണെങ്കിലും വളരെ ഇടുങ്ങിയ റോഡാണ്. അപ്പോൾ നല്ല പീക്ക് ടൈമൊക്കെ ആകുമ്പോൾ നല്ല ട്രാഫിക് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ പണി നടക്കുന്നുണ്ട്, ഇനി വരുന്ന 6 ലൈനാണ്. പിന്നെ കണ്ണൂർ സൈഡൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് നല്ല വ്യൂസ് കാണാൻ പറ്റും. റോഡിൻ്റെ 2 സൈഡും നല്ല വ്യൂസ് ആയിരിക്കും. അപ്പോൾ കണ്ണൂർ വഴി പോകുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ബേക്കൽ ഫോർട്ട് കയറിയിട്ട് പോകാമെന്ന് വെച്ചു. ബേക്കൽ ഫോർട്ട് എത്തിയപ്പോൾ ഒരു 5:30 ആയി, പാസ്റ്റ് ക്ലോസ് ടൈം ആയിരുന്നു. ബട്ട് സ്റ്റിൽ നമ്മൾ എന്തായാലും വന്നതല്ലേ, അതുകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് പുറത്തുനിന്ന് നോക്കിയിട്ട് പോകാം എന്ന് വെച്ചു. അങ്ങനെ ബേക്കൽ ഫോർട്ടിൽ കയറി ബേക്കൽ ഫോർട്ടിൻ്റെ പുറമേ നിന്നുള്ള കാഴ്ച കണ്ടിട്ട് നേരെ തിരിച്ചു. ഇനി നമ്മൾ നേരെ പോകുന്നത് കൊല്ലൂരേക്കാണ്. കൊല്ലൂർ എന്തുകൊണ്ട് പോകുന്നതെന്ന് വെച്ചാൽ, കൊല്ലൂർ കയറി കഴിഞ്ഞാൽ അവിടെ തൊട്ടടുത്ത് തന്നെ ജീപ്പ് സഫാരി കിട്ടും നേരെ കുടജാദ്രിയിലേക്ക്. അപ്പോൾ കൊല്ലൂർ ക്ഷേത്രത്തിനടുത്ത് കിരൺചേട്ടൻ ഫസ്റ്റ് ഡേ പോയിട്ട് റൂമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അവിടെ എത്തിയാൽ മതി. ഇനി ഇടയ്ക്ക് ചായ ബ്രേക്കും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ യാത്ര തിരിച്ചു. കർണാടക കയറി കഴിഞ്ഞാൽ പിന്നെ നല്ല റോഡാണ്, അതുകൊണ്ടൊന്നും നോക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ഇനി കുടജാദ്രിയിൽ കാണാം. അപ്പോൾ കുടജാദ്രി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കുടജാദ്രിയിലെ വിശേഷങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്, പക്ഷേ പലരും കുടജാദ്രിയിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ കുടജാദ്രി എന്ന് കേൾക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരു മനസ്സിലെത്തുന്ന ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് പീക്കിൻ്റെ ടോപ്പിലെത്തുക, അവിടുത്തെ ചെറിയ ടെമ്പിളിൽ കയറുക, പിന്നെ നമുക്ക് കാറ്റ്, മഞ്ഞ്, കോട അതൊക്കെ ആയിരിക്കും. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയറിയ ടൈമിൽ മഞ്ഞൊന്നുമില്ലായിരുന്നു, അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വെറ്റി ആയിട്ട് തന്നെയാണ് കയറിയത്. പിന്നെ ജീപ്പ് സഫാരി എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. പക്ഷേ എന്നാലും മനസ്സിലൊരു കാര്യം തോന്നിയെന്ന് വെച്ചാൽ അഡ്വഞ്ചർ വണ്ടിയും കൊണ്ട് ഒന്ന് കയറിയാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നിയായിരുന്നു. പീക്ക് കയറുന്ന സമയത്ത് സൈഡിലുള്ള വ്യൂസൊക്കെ ഒരു രക്ഷയില്ലാത്ത വ്യൂസ് തന്നെയാണ്. അത് നമ്മൾ നടന്നു പോകുമ്പോൾ കിട്ടുന്നൊരു ഫീലിംഗ് വേറെ തന്നെയാണ്.
കൊല്ലൂർ ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിലായിരുന്നു ഞങ്ങളുടെ റൂം എന്ന് പറയുന്നത്. അപ്പം ആക്ച്വലി ആ ക്ഷേത്രത്തിൻ്റെ ഒരു സൈഡ് മൊത്തം കറങ്ങിയിട്ടാണ് ഞങ്ങൾ തിരിച്ച് റോഡിലോട്ട് കയറിയത്. അപ്പോൾ ഇനി നേരെ ഞങ്ങൾ പോകുന്നത് മൂർദേശ്വറിലേക്കാണ്. ഇനി മൂർദേശ്വറാണ് ഞങ്ങളുടെ സ്റ്റേ എന്ന് പറയുന്നത്. ഇന്ന് മൂർദേശ്വർ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ മൂർദേശ്വറിൽ നിന്ന് ഞങ്ങൾ നേരെ ഗോവയ്ക്കായിരിക്കും വിടുന്നത്. അപ്പോൾ മൂർദേശ്വർ പോകുന്നതിന് മുന്നേ ഞങ്ങൾ ജോഗ് ഫാൾസ് കാണണമെന്ന് വിചാരിച്ചു. ജോഗ് ഫാൾസ് കാണാമെന്ന് വെച്ച് നേരെ ജോഗ് ഫാൾസിലേക്കാണ് ഡയറക്ഷൻ ഇട്ടത്. അപ്പോൾ കൊല്ലൂരിൽ നിന്ന് ആക്ച്വലി ജോഗ് ഫാൾസിലേക്കുള്ള വഴി ആക്ച്വലി സീനിക് വ്യൂസാണ്. ഈ കാണുന്ന പോലെ രണ്ട് സൈഡും വെറും ഗ്രീനാണ്, ഫുൾ ഗ്രീനറിയാണ്. ഇങ്ങനെ കുറേ നേരം ഇതേപോലെ കേർവ്സും ടേൺസും ഒക്കെ ആയിരുന്നു. പിന്നെ ഈ കേർവ്സ് കഴിഞ്ഞാൽ ഇതേപോലത്തെ മരങ്ങളും തെങ്ങുകളും നിറഞ്ഞ എല്ലാം ഗ്രീൻ വ്യൂസാണ്. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ് എന്ന് വെച്ചാൽ ഈ പോകുന്ന വഴിയൊക്കെ അൾട്രാ പ്രോ റിമോട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ചാൽ അടുത്തടുത്ത് വീടുകളോ അല്ലെങ്കിൽ വീടുകൾ എന്ന് പറയുന്ന സംഭവം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒട്ടുമേ റേഞ്ച് ഇല്ലാത്തത് കാരണം ഞങ്ങളൊരു ജംഗ്ഷനിലെത്തിയിട്ട് സ്റ്റക്കായിരുന്നു. ലെഫ്റ്റിലേക്ക് പോകണോ റൈറ്റിലേക്ക് പോകണോ എന്നൊക്കെ വിചാരിച്ച് സ്റ്റക്കായി. അപ്പോൾ വലിയ കാര്യത്തിൽ ഞാൻ വിചാരിച്ച് ഫോണിൽ ലെൻസൊക്കെ എടുത്തിട്ട് ആ റൈറ്റ് സൈഡിലെ ഗ്രീൻ നെയിം ബോർഡിൽ നെയിമൊക്കെ ഒന്ന് പേരുകളൊക്കെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ആക്ച്വലി റേഞ്ച് ഇല്ല എന്ന കാര്യം പിന്നീടാണ് എനിക്ക് കത്തിയത്. അങ്ങനെ ഒന്നും നോക്കിയില്ല, റൈറ്റ് സൈഡ് എടുത്തു. അവിടെ ക്രിഞ്ചൻ്റെ ഫ്രണ്ട് അവിടെ ഏതോ ഒരാളെ കണ്ടു. അവിടെ അതായത് റൈറ്റ് സൈഡിലേക്ക് തന്നെയാണെന്ന് അവർ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ റൈറ്റ് സൈഡിലേക്ക് തന്നെ വണ്ടി തിരിച്ചു. അങ്ങനെ റൈറ്റ് സൈഡിലേക്ക് വണ്ടി തിരിച്ചപ്പോൾ എന്താ ഈ അൾട്രാ പ്രോ മാക്സ് രീതിയിലുള്ള തരം റിമോട്ട് ലൊക്കേഷൻസ് ആയിരുന്നു അങ്ങോട്ടൊക്കെ. ഒരു സിമ്മിന് പോലും റേഞ്ച് ഇല്ല, ഒരു വീടുകളില്ല. വീടുകളുണ്ടെങ്കിൽ തന്നെ 1 2 ഒരു 3 വീടുകളൊക്കെ ആയിരിക്കും അടുത്തടുത്തുണ്ടാവുക. അതൊരു ഗ്രാമം എന്നൊക്കെ വേണമെങ്കിൽ പറയും. അത് കഴിഞ്ഞ് ഒരുപാട് ദൂരം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതേപോലെ ഒരു കെട്ടിടം എങ്കിലും കാണുന്നത്. കെട്ടിടം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു രീതിയിലുള്ള കൺസ്ട്രക്ഷൻ കാണുന്നത് തന്നെ ഒരുപാട് ദൂരം കഴിഞ്ഞിട്ടാണ്. പിന്നെ വേറൊരു കാര്യം ഇതേപോലത്തെ നല്ല നല്ല വ്യൂസ് കാണാൻ പറ്റി. അത് വളരെ എന്താ പറയുക ഒരു സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ളൊരു റോഡ് ട്രിപ്പായിരുന്നു ഈ ഒരു ജോഗ് ഫാൾസിലേക്കുള്ള റോഡ് ട്രിപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ കാണുന്ന പോലെ ഇതിപ്പം 3 4 വീടുകൾ ചേർന്നിട്ടാണ് ഒരു ചെറിയ ഗ്രാമം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ കാണുന്ന പോലെ ഈ മതിലുകൾ എന്ന് പറയുന്നത് കല്ലുകളൊന്നും വെച്ചുണ്ടാക്കിയതല്ല, വെറും ഈ മരത്തടികളൊക്കെ കോർത്ത് പ്ലസ് സിമ്പിൾ പോലെയൊക്കെ ഉണ്ടാക്കി അങ്ങനെയാണ് അവർ ആക്ച്വലി ഈ മതിലുകൾ പണിയുന്നത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും എത്രത്തോളം ഒരു ഗ്രാമം ഏരിയ ആണ് ഞങ്ങൾ കടന്നു പോകുന്നതെന്നുള്ളത്. വളരെ വളരെ റിമോട്ടാണ്. പക്ഷേ ഈ സീനറി എന്ന് പറയുന്നത് വേറെ ലെവൽ സീനറി, ഒരു രക്ഷയില്ല. ആക്ച്വലി ഇത് കാണുന്നത് പോലെയല്ല, നമ്മുടെ ഇതിപ്പം ക്യാമറയിൽ കാണുന്ന പോലെയല്ല ഇതിൻ്റെ ആക്ച്വൽ ബ്യൂട്ടി എന്ന് പറയുന്നത്. നമ്മളിത് ഓടിക്കുമ്പോൾ, അതും പ്രത്യേകിച്ച് ബൈക്കിൽ തന്നെ ഓടിച്ച് പോകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒരു ഹൈലൈറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുറേ നേരത്തെ ലോങ് റൈഡിന് ശേഷം ഞങ്ങളങ്ങനെ ജോഗ് ഫാൾസിൽ കയറി ടിക്കറ്റൊക്കെ എടുത്തു. അവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹെൽമെറ്റ് വൈസർ തുറന്ന് ഓടിക്കുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അവസാനം ഞങ്ങളവിടെ സൈഡിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ജോഗ് ഫാൾസിലേക്ക് പോയി. ആക്ച്വലി ഒരുപാട് നമ്മൾ ഈ ഫോട്ടോസിലൊക്കെ കാണുന്ന പോലെ അത്രയ്ക്കും വെള്ളമൊന്നും ഇല്ലായിരുന്നു, വളരെ കുറച്ച് വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. ജോഗ് ഫാൾസ് ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ രാത്രി മൂർദേശ്വർ ടെമ്പിളിനടുത്ത് തന്നെ ഒരു സ്റ്റേ ഒക്കെ സംഘടിപ്പിച്ച് അവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഡിന്നറൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ചതിന് ശേഷം നല്ല ക്ഷീണം കാരണം നന്നായിട്ട് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നേരെ ഞങ്ങൾ മൂർദേശ്വർ സൈഡ് ബീച്ചിലൊക്കെ പോയി ബീച്ചൊക്കെ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം പിന്നീട് നേരെ ഗോവയ്ക്ക് വെച്ച് പിടിച്ചു. അപ്പം മൂർദേശ്വർ ടു ഗോവ എന്ന് പറയുന്നത് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. ഈ കാണുന്ന പോലെയാണ് റോഡ്, അതുകൊണ്ട് തന്നെ പറന്നടിച്ച് പോവാം. ദർ ആർ നോ സ്പീഡ് ലിമിറ്റ്സ്, ഓൺലി ബൈക്കേഴ്സ്. ഇനി അങ്ങോട്ട് ഫുൾ ബൈക്കേഴ്സിനെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി അങ്ങോട്ട് മുഴുവൻ ബൈക്കേഴ്സ് ആയിരിക്കും റോഡിലെ
എന്താ ഒരു മേജർ പോർഷൻ വണ്ടികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലത്തെ കൂൾ വണ്ടികളൊക്കെ ഒരുപാട് കാണാൻ പറ്റും നമുക്ക് പോയ വഴിയിലൊക്കെ. ആൻഡ് യെസ്, അപ്പോൾ നമുക്ക് ഇനി ഗോവയിൽ വെച്ച് കാണാം. എൻജോയ് ദ വ്യൂസ്. I don't know if I can ride that because I'm a little bit short. See, let's compare the height. Yeah, it's this part that matters. So about the I know, same. I know the difficulty. Don't look at the wrong thing. See, he's taller than me. Yeah, but we have the same legs. I have short legs. See, we have the same. Yeah, so I think I can ride that one. Yeah, exactly. That one's different, or you No, put it's the the same. suspension down? Nothing. Nothing. That's Same how It's a stock one. So that's okay for me. Just So you some like of- ADV bikes? Yeah, because I want to take it camping. Like mostly the road. You But- can carry luggage, things around. Yeah, and a little bit of off-road too. Yeah. Not severe, but a little bit better than this. This machine from Saturday as well. Yeah, so I want to get something like that. Yeah, So yeah. where are you from? US? US. Right now I'm living in Washington State, but I just moved there 2 years ago.